നമസ്കാരം. നീണ്ട 10 വർഷത്തിടവേളയ്ക്ക് ശേഷം കേരള നിയമസഭയിലേക്കും ഭരണസാരഥ്യത്തിലേക്കും UDF ശക്തമായി തിരിച്ചുവരുമ്പോൾ വിജയത്തിൽ നിർണായക സ്വാധീനമായി മുസ്ലിം ലീഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മുസ്ലിം ലീഗ് മാറി. മത്സരിച്ച് 27-23 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. മലപ്പുറം ജില്ലയിൽ ലീഗ് സമഗ്രാധിപത്യം നേടിയിരിക്കുകയാണ്. ലീഗിന്റെ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം മുന്നിലാണ്. കൊണ്ടോട്ടിയിൽ തുടക്കത്തിൽ പിന്നിലേക്ക് പോയ ലീഗ് സ്ഥാനാർത്ഥി ലീഡ് തിരിച്ചുപിടിച്ചു. പേരാമ്പ്രയിൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനെ പിന്നിലാക്കി ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ മുന്നിലാണ്. വോട്ടെണ്ണിയപ്പോൾ മുതൽ ഫാത്തിമയാണ് മുന്നിലുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ KM അഷ്റഫും കാസർഗോഡ് കല്ലട്ര മായിൻ ഹാജിയും ലീഡ് ചെയ്യുകയാണ്. അഷ്റഫിന്റെ ഭൂരിപക്ഷം 6 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 15,000 കടന്നു. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി, പേരാമ്പ്ര, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി എന്നീ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. കൊടുവള്ളിയിലെ PK ഫിറോസാണ് ജില്ലയിൽ ഭൂരിപക്ഷം കൂടുതലുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. 13,700 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 6 റൗണ്ട് എണ്ണിയപ്പോൾ അദ്ദേഹം നേടിയത്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ എന്നീ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മികച്ച ലീഡ് നേടി. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മത്സരിച്ച TV ഇബ്രാഹിമാണ് ഇതുവരെ കൂടുതൽ ലീഡ് നേടിയിട്ടുള്ളത്. 7 റൗണ്ട് എണ്ണിയപ്പോൾ 27,000-ലധികം ഭൂരിപക്ഷം നേടിയ അദ്ദേഹം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, തൃശൂരിലെ ഗുരുവായൂർ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്നീ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. 80-ലധികം സീറ്റുകൾ മത്സരിച്ച CPM-ന് 30 സീറ്റിലാണ് ഇതുവരെ ലീഡ് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ 27 മത്സരിച്ച് 23 ലീഡ് ചെയ്യുകയാണ് ലീഗ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. 2 വനിതകളെ മത്സരിപ്പിച്ച് ലീഗ് വ്യത്യസ്തമായ തീരുമാനവും എടുത്തു. മറ്റു പല പാർട്ടികളും വനിതകളെ മത്സരിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിൽ ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ലീഗിന്റെ സമഗ്രാധിപത്യമാണ് കാണുന്നത്. ലീഗിന്റെ ഇരുമ്പ് കോട്ടയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെ വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അവരുടെ ലീഡുകൾ മുന്നോട്ട് പോകുന്നത്. ജയിച്ചാൽ അവർ UDF സർക്കാരിൽ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. 9 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും ടിക്കറ്റ് നൽകി. ഇതാദ്യമായി ലീഗ് 2 വനിതകൾ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. യുവനിര നേതാക്കൾക്കും അർഹമായ പരിഗണന കിട്ടി. ഫാത്തിമ തഹലിയ പേരാമ്പ്രയിലും ദളിത് ലീഗ് നേതാവ് ജയന്തി രാജൻ കൂത്തുപറമ്പിലുമാണ് ജനവിധി നേടിയത്. സിറ്റിംഗ് MLA-മാരിൽ 6 പേരെ മാറ്റി നിർത്തിയാണ് പുതിയവർക്ക് അവസരം നൽകിയത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ സതീശനെന്നാണ് വിലയിരുത്തൽ. എക്സിറ്റ് പോളുകളിൽ സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണെന്ന് കരുതുന്നുവെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡും ജനവികാരം മാനിച്ചായിരിക്കും തീരുമാനമെടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ. എക്സിറ്റ് പോളുകൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം പിടിച്ചിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനോട് കടക്ക് പുറത്തു എന്ന് കേരള ജനത പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ പിണറായി വിജയനോട് വീട്ടിലിരുന്നോളൂ എന്നും കേരള ജനത പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായ ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമാകുന്ന തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം അത് ഏറ്റവും മൂർധന്യത്തിലായിരുന്നു. പിണറായി വിജയൻ സർക്കാർ അടിപതറി താഴെ വീണിരിക്കുന്നു.